ലോകം ഒരു രാത്രിക്കാലമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ വരവ് നിത്യമായ പകലിനെ കൊണ്ടുവരുന്നു. ആ പകലിൽ ലജ്ജിക്കാതെ നിൽക്കാൻ ഇപ്പോൾ വെളിച്ചത്തിൽ നടക്കുക. രാത്രിയിൽ നാം ഉറങ്ങുകയും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ടാകുകയും ചെയ്യുന്നു. ഈ ലോകത്തിലെ പാപവും അന്ധകാരവും നമ്മെ ഉറക്കത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു വലിയ പകൽ, ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ദൈവവചനം ഇപ്രകാരം പറയുന്നു: രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ആകയാൽ നമ്മൾ ഇരുളിന്റെ പ്രവൃത്തികളെ കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധങ്ങളെ ധരിച്ചുകൊള്ളുക. റോമാലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. ബൈബിളിലെ ബുദ്ധിമതികളായ 5 കന്യകമാരുടെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന ആ അർദ്ധരാത്രിയിൽ മണവാളൻ വരുമ്പോൾ തങ്ങളുടെ വിളക്കുകൾ ജ്വലിപ്പിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞു. അവർ വെളിച്ചത്തിൽ നടന്നതുകൊണ്ട് ആ നിത്യമായ പകലിന്റെ സന്തോഷത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചു. എന്നാൽ ഒരുക്കമില്ലാത്തവർക്ക് ആ പകലിൽ ലജ്ജിച്ച് പുറത്തു നിൽക്കേണ്ടി വന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഇരുട്ടിൽ ഒളിപ്പിച്ചു വെക്കാമെന്ന് കരുതരുത്. കാരണം ഉദിക്കാൻ പോകുന്ന സൂര്യൻ എല്ലാറ്റിനെയും വെളിപ്പെടുത്തും. വെളിച്ചത്തിൽ നടക്കുന്നവന് രാത്രിയെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവന്റെ ലക്ഷ്യം സൂര്യനേക്കാൾ പ്രകാശമുള്ള ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതം ഇപ്പോൾ പ്രകാരമാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികളിലാണോ അതോ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലാണോ? എൻ്റെ ഉപദേശം ഇതാണ്: ലോകത്തിന്റെ താൽക്കാലികമായ ആനന്ദങ്ങളിൽ മയങ്ങിപ്പോകരുത്. ക്രിസ്തുവിന്റെ വരവ് പെട്ടെന്നുണ്ടാകും. ആ നിത്യമായ പകലില് സന്തോഷത്തോടെ കർത്താവിന്റെ മുമ്പിൽ നിൽപ്പാൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സകല ഇരുട്ടിനെയും ഉപേക്ഷിച്ച് വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക. നിത്യമായ പകൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.